Hello friends, welcome back to my channel Mums Daily. നിങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഒരു ഡിഫറെന്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു അടിപൊളി വിപ്ഡ് ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എല്ലാ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ എല്ലാ വീട്ടിലും ബീറ്ററൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ മിക്സിയിൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വിപ്പ് ക്രീം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും ഈവൻ പാലൊക്കെ നമ്മൾ കൊടുക്കില്ലേ, ബൂസ്റ്റൊക്കെ കലക്കി, ഈവൻ അതൊക്കെ കൊടുക്കുമ്പോഴും അതിൻ്റെ മേലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് നമുക്ക് സ്ക്വെർട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പം കേക്കൊക്കെ പരീക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ള വീട്ടമ്മമാർക്ക് അന്ന് ബീറ്റർ ഇല്ല, അപ്പം അതുകൊണ്ട് എങ്ങനെ വിപ്പ് ക്രീം ഉണ്ടാക്കും എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ മിക്സി ഇല്ലാത്ത വീഡിയോ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ മിക്സിയിൽ വളരെ എളുപ്പത്തിൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് 2 മിനിറ്റ് വേണ്ട, അതിന് താഴെ മതി, നമുക്ക് നല്ലൊരു അടിപൊളി വിപ്പ് ക്രീം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കുറച്ച് ടിപ്സ് ഉണ്ട് അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഈ വീഡിയോ കൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാം. അപ്പം എല്ലാവരും വീഡിയോ കാണാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം വിപ്പ് ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് ജാറിനകത്താണോ നമ്മൾ വിപ്പ് ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് അത് ഒരു 2-3 മണിക്കൂറോളം ഫ്രീസറിനകത്ത് വെച്ച് നമ്മളത് ഫ്രീസ് ചെയ്തെടുക്കണം. അതിൻ്റെ അടപ്പ് ചെയ്യണം എന്നില്ല, പക്ഷേ നമ്മൾ ആ ജാറ് മാത്രം ഒന്ന് ഫ്രീസറിനകത്ത് ഒന്ന് വെച്ച് തണുപ്പിക്കണം നല്ലതുപോലെ. നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ട് 2-3 മണിക്കൂർ വെക്കാം കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്രഷ് ക്രീമും വേണ്ടത്. ഞാനിവിടെ ഡബിൾ ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീമൊക്കെ കിട്ടുമല്ലോ, അത് തന്നെയാണ്. അപ്പം അത് നല്ലതുപോലെ തണുപ്പിക്കണം. നമുക്കത് ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല, ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ലതുപോലെ തണുപ്പിക്കുക കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ജാറിനകത്തോട്ട് നമ്മൾ ചില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രഷ് ക്രീം ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് നല്ലതുപോലെ ഒരു 30 സെക്കൻഡോളം ഹൈ സ്പീഡിലിട്ടിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. അന്നേരം ഇതാവത്തില്ല, പക്ഷേ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഹൈ സ്പീഡിലാണ് ഞാൻ ഒരു 30 സെക്കൻഡോളം ബീറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാനിതൊന്ന് തുറന്ന് നോക്കുവാണ്. 30 സെക്കൻഡ് കഴിഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ ഒരു പരുവം. കുറച്ചൊരു വെള്ളം പോലെ ഇരിക്കും, നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്, പക്ഷെ വിപ്ഡ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇനി കുറച്ച് പൗഡർ ഷുഗർ ചേർക്കാം, അല്ല ഐസിങ് ഷുഗർ ചേർക്കാം. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിലുള്ള പഞ്ചസാര നമ്മളൊന്ന് പൊടിച്ച് ചേർക്കുന്നു. അപ്പോൾ പൊടിച്ച് ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് അലിഞ്ഞു പൊക്കോളുമല്ലോ, അതുകൊണ്ടാണ്. ചിലപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് തരി പോലെ കെടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിവിടെ പൗഡർ ഷുഗർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വെനില എസൻസും ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 30 സെക്കൻഡ് കൂടെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. നമുക്കതിൻ്റെ ശബ്ദം മാറി വരുന്നത് കേൾക്കാൻ പറ്റും. അതിങ്ങനെ ഭയങ്കര ഒരു അടിക്കാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്കിത് നിർത്താം. അപ്പോൾ ഇവിടെ 30 സെക്കൻഡ് കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇത് കണ്ടോ, നമ്മുടെ വിപ്പ് ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്ക് നിർത്താം. ഇപ്പം നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ലതുപോലെ പീക്ക് ചെയ്ത് വരുന്ന നമ്മുടെ വിപ്പ് ക്രീം റെഡിയാണ്. ഇനി പുറത്തുനിന്ന് വിപ്പ് ക്രീം റെഡിമെയ്ഡ് ഒന്നും മേടിക്കേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വിപ്പ് ക്രീം എന്നും ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം ഫ്രഷ് ക്രീം മേടിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു കുഞ്ഞുങ്ങൾക്കും ആണെങ്കിലും ഇപ്പം ബേക്ക് ചെയ്യാനൊക്കെ ഒത്തിരി ആഗ്രഹമുള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇപ്പം നമ്മുടെ കേക്കിലൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള വിപ്പ് ക്രീമാണ്. അപ്പം ഇനി ഇത് നിങ്ങൾക്കൊരു പൈപ്പിംഗ് ബാഗിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനകത്തും ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വിപ്പ് ക്രീം റെഡിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ 2 മിനിറ്റിന് താഴെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പുറത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ബീറ്റർ ഇല്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.